Welcome to the 51st lecture on quantum mechanics. Today's topic is barrier penetration problem. Barrier penetration problem. 51st lecture, quantum mechanics. And what is the meaning of this barrier penetration problem? Initially, a question is written here. Barrier penetration problem. The barrier is called a square potential barrier. Barrier penetration problem in quantum mechanics. Square potential barrier. A particle having energy E is incident on a barrier of height V0, potential energy V0, where E is less than V0. Illustrate the wave functions in the different regions. That's the question. A particle having energy E is incident on a barrier of height V0, where E is less than V0. Energy of particle is less than V0. Illustrate the wave functions in the different regions. And that is explain a diagram. You look at the diagram. A square wave potential is shown in the figure. A square wave potential barrier is shown in the figure. It is a barrier. In region 1, x is less than, there are three regions. A barrier in the left side region, region 1, the right side region, region 3, and the barrier is region 2. The square potential barrier is shown in the figure. In region 1, where x is less than 0, Vx, that is the potential varies, the energy varies as a function of distance, x. So Vx is equal to 0. On the left side, region 1. In region 2, that is where x is 0 less than x less than a, Vx is equal to V0. And on the right side, again the potential Vx is 0. That we see in the next slide. In the region 3, where x is equal to greater than x is greater than a, Vx is equal to 0. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഐഡിയ ഞാൻ ആദ്യമേ പറയാം. അതായത് ഇപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് സാധാരണ നമ്മൾ പറയുന്നത് പിന്നെ ഒരു ബാരിയറായിട്ട് പറയുന്നത് ഒരു കിണറാണ് പറയുന്നത്, ഒരു വെല്ല്. സാധാരണ കേസ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പറയാവുന്ന എക്സാമ്പിൾ ഇതാണ്. ആ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ ഈ സംഗതി പിടി കിട്ടും. ഒരു വെല്ല് വിചാരിക്കുക, നല്ല ഭിത്തിയുള്ള വെല്ല്, സർക്കുലാറുള്ള വെല്ല്. ഇവിടെ നമുക്ക് സ്ക്വയർ വെല്ലായിട്ട് വിചാരിക്കും, കുഴപ്പമില്ല. ആ വെല്ലിനകത്ത് ഒരു ഫ്രോഗ്, തവള കിടക്കുന്നതായിട്ട് വിചാരിക്കുക. ആ തവളയ്ക്ക് ചാടാവുന്നതാണ്, എത്ര വേപ്പുണ്ടെങ്കിലും ചാടാം. പക്ഷെ എത്ര ശക്തി എടുത്ത് ചാടിയാലും അതിന് പിന്നെ ഈ കിണറിൻ്റെ ആ ഭിത്തി കടന്ന് പുറത്ത് വരാൻ പറ്റത്തില്ല. കിണറിൻ്റെ ഭിത്തിക്ക് വലിയൊരു ഹൈറ്റ് ഉണ്ട്, V0 ഉണ്ട്. ഈ തവളയ്ക്കൊരു എനർജി ഉണ്ട്, പാർട്ടിക്കിളാണ്, തവളയ്ക്കൊരു എനർജി ഉണ്ട്. അതിന് എത്ര എനർജിയിൽ ജമ്പ് ചെയ്താലും ഈ V0 കടന്ന് പുറത്ത് വരാൻ പറ്റത്തില്ല. എന്നാൽ ഈ തവളയെ ചിലപ്പോൾ പുറത്ത് കാണാൻ പറ്റും. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. എത്ര വിചാരിച്ചാലും ഈ തവളക്ക് ജമ്പ് ചെയ്ത് അതിൻ്റെ ഭിത്തി മറികടന്ന് പുറത്ത് വരുന്നത് പ്രയാസമാണ്. പക്ഷേ ഇതിനെ പുറത്ത് കാണുന്നുണ്ട് ചിലപ്പോഴൊക്കെ. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇതിന് എക്സ്പ്ലനേഷൻ ഇല്ല. കാരണം ഈ പാർട്ടിക്കിളിൽ തവള അകത്ത് തന്നെ കിടക്കുള്ളൂ, ഒരിക്കലും ജമ്പ് ചെയ്ത് വരത്തില്ല. അതിന് ശക്തിയില്ല, എനർജി ഇല്ല ഈ ബാരിയർ കിടക്കാനായിട്ട്, ഈ കിണറിൻ്റെ ഭിത്തി കിടക്കാനായിട്ട്. പിന്നെ പുറത്ത് എങ്ങനെ വരും, പുറത്തെങ്ങനെ കാണാൻ സാധിച്ചു? അതിന് ക്ലാസിക്കൽ മെക്കാനിക്സിൽ കൃത്യമായ എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിലുണ്ട്. കാരണം എല്ലാ പാർട്ടിക്കിളും ഒരു വേവ് ഉണ്ടല്ലോ. അപ്പോൾ വേവ് കടന്നു വരാം, തവളയ്ക്ക് വേണമെങ്കിൽ തുളച്ച് വരാം, ഭിത്തി തുളച്ച് വരാം, തുളച്ച് പുറത്തേക്ക് വരാമല്ലോ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഈ തവള ഇതൊരു പിന്നെ ഒരു കമ്പാരിസനാണ്. തവളയെ ഇലക്ട്രോണായിട്ട് വിചാരിക്കുക. ഇലക്ട്രോൺ ഒരേ സമയം തന്നെ പാർട്ടിക്കിളാണ്, വേവുമാണ്. പിന്നെ ഭിത്തി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിന് കടന്നു വരേണ്ട സ്ഥലം. അപ്പം അതിൻ്റെ എനർജി ഈ ഭിത്തി കടന്നു വരാൻ പര്യാപ്തമല്ല.
പക്ഷേ ഇലക്ട്രോൺ ഒരേ സമയം തന്നെ വേവ് ആയതുകൊണ്ട് ആ ഭിത്തിയിലൂടെ അതിന് പുറത്തേക്ക് വരാം. ഇപ്പം നമ്മൾ നേരത്തെയുള്ള കഥയിൽ പറയുന്ന ഫ്രോഗ് ഒരു പാർട്ടിക്കിളാണെങ്കിൽ അതിനെ ഒരു വേവ് പോലെ വിചാരിച്ചാൽ ആ കിണറിൻ്റെ ഭിത്തി തുരന്ന് അതിന് പുറത്തേക്ക് വരാൻ പറ്റും എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ് ഇങ്ങനെ ടണൽ ചെയ്തിട്ട് ടണൽ നടത്തിയിട്ട് തുരങ്കം ഉണ്ടാക്കിയിട്ട് വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ അങ്ങനെ ഉണ്ട്. അങ്ങനെയാണ് ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നല്ലൊരു ബാരിയർ കൊണ്ട്, തടസ്സം കൊണ്ട് ഇലക്ട്രോണിനെ, പ്രോട്ടോണിനെ, ആൽഫ പാർട്ടിക്കിളെ തടഞ്ഞു നിർത്തിയാലും അവ ഈ ബാരിയർ കടന്ന് ഇപ്പുറത്ത് വരും. അത് തുളച്ച് ടണൽ ചെയ്ത് ഇപ്പുറത്ത് വരും. അത് ക്വാണ്ടം മെക്കാനിക്സിൽ പിന്നെ എക്സ്പ്ലനേഷൻ ഉണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൽ പാർട്ടിക്കിൾ പുറത്ത് വരുന്നത് എന്നൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ബാരിയറാണ് ആ ചതുരത്തിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. റീജിയൻ 1 അവിടെ പിന്നെ നമ്മൾ ദൂരം കാണിച്ചു, പൊട്ടൻഷ്യൽ 0 ആണ്, ദൂരം കാണിച്ചിട്ടുണ്ട്. എക്സ് <0 ആണ്. ആ റീജിയൻ 2 ആണ് ബാരിയർ. ആ ബാരിയറിൽ പിന്നെ പൊട്ടൻഷ്യൽ ഉണ്ട്, Vx is V0 ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ബാരിയർ പുറത്ത് അവിടെ പൊട്ടൻഷ്യൽ 0. ഡിസ്റ്റൻസ് ബാരിയറിൻ്റെ ഡയമെൻഷൻ 0 to A. 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ പടത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇൻസിഡൻറ്റ് വേവ് കുറേ റിഫ്ലക്റ്റ് ചെയ്ത് പോരും. വേവ് ആണെങ്കിൽ റിഫ്ലക്റ്റഡ് വേവ്, റൈറ്റ് സൈഡിൽ ട്രാൻസ്മിറ്റഡ് വേവ്. ഈ ട്രാൻസ്മിറ്റഡ് വേവ് പോസിബിൾ ആകുന്നത് ക്വാണ്ടം മെക്കാനിക്സിലാണ്. കാരണം പാർട്ടിക്കിളിന് വേവ് നേച്ചർ ഉള്ളതുകൊണ്ടാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ അങ്ങനെ നമുക്ക് കരുതാൻ പറ്റത്തില്ല. This is the further explanation. Consider a stream of particles. ഇലക്ട്രോണോ ആൽഫ പാർട്ടിക്കിൾ വിചാരിക്കാം. Consider a stream of particles of mass m approaching the barrier from left. ഇടതുവശത്തു നിന്ന് പാർട്ടിക്കിൾ വരുന്നതായിട്ട് വിചാരിക്കുക. The energy of particle E less than V0. So, according to classical mechanics, the particles are reflected, but according to quantum mechanics, it can be seen that there is always a finite probability for a particle to penetrate through the barrier and continue its forward motion. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ഈ വേവ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ വന്ന് ബാരിയറിൽ വീണാൽ കുറേ റിഫ്ലക്റ്റ് ചെയ്യും, കുറച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അത് ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഈ വേവ് മുന്നോട്ട് പോകാനുള്ളൊരു പ്രോബിലിറ്റി ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ഉണ്ട് എന്നാണ് പറയുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ബാരിയർ പെനട്രേഷൻ പ്രോബ്ലം or quantum mechanical tunneling or tunnel effect. So the question will be like this: explain the quantum mechanical tunneling, or you explain tunnel effect in quantum mechanics. Tunnel effect is also called barrier penetration problem. This is possible because of the wave nature of the particle. അപ്പം ഇങ്ങനെ ആ ബാരിയർ കടന്ന പാർട്ടിക്കിൾ ഇപ്പുറത്ത് കാണുന്നത് ആ പാർട്ടിക്കിൾ വേവ് നേച്ചറുള്ളത് കൊണ്ടാണ്. ഇൻ ദിസ് പ്രോബ്ലം 2 cases ആർ ടു ബി ഡിസ്കസ്ഡ്. 2 കേസാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കണം, ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച 1-2 essay പോലെ ചില ടേംസ് എല്ലാം അതുപോലെ തന്നെ പഠിക്കണം. അതാണ് സൗകര്യം. കാരണം അതിൻ്റെ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻ ടൈം കൺസ്യൂമിങ് ആണ്, കുറേ സമയം എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചില എക്സ്പ്രഷനെല്ലാം സെറ്റ് പഠിച്ചുകൊള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളൂ ഹാർമോണിക് ഓസിലേറ്ററിൽ ഒക്കെ ചില എക്സ്പ്രഷനൊക്കെ നമ്മൾ കാണാതെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും 1-2 എക്സ്പ്രഷൻ നമ്മളൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ അല്പം പാടാം. ഇതെല്ലാം കംപ്ലീറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമുള്ള കാര്യമാണ്. കേസ് 1, E less than V0. കൺസിഡർ 3 regions. അതായത് ലെഫ്റ്റ് സൈഡ് പറയാം കേട്ടോ. കൺസിഡർ ദ എനർജി പാർട്ടിക്കിൾ. കൺസിഡർ 3 regions ആർ ഷോൺ ദി ഫിഗർ. ഇത് ഷോൺ ദി ഇക്വേഷൻ ഫോർ ദ 3 regions ആർ. നമ്മൾ 3 സൈഡിലും ഷോൺ ദി ഇക്വേഷൻ പറയും. ആ പടം ഓർത്തോളുക. 3 സൈഡിൽ നമ്മൾ ഷോൺ ദി ഇക്വേഷൻ പറയും. ഫോർ സൈഡ് റീജിയൻ 1 is going to psi
1 by d square plus k square psi 1 is 0, where k is root of 2me by h cut square. Region 1, where x is less than 0. In for region 2, d square psi 2 by d square plus alpha square psi 2 equals 0, where alpha is equal to root of 2m v0 minus c by h cut square. Remember, e less than v0. That is why we have written v0 minus c. In the region 3, we write d square psi 3 by d square plus k square psi 3 is equal to 0, where k is equal to root of 2me by h cut square. Region 3, x greater than or equal to a. So you remember, region 1, x less than equal to 0, less than 0 or equal to 0. In region 2, x is in between 0 and a. In region 3, x is greater than or equal to a. The solutions. അപ്പോൾ നമ്മളിവിടെ 3 ഇക്വേഷൻ ഉണ്ട്. 3 റീജിയനിലും ഷോർഡിനർ ഇക്വേഷൻ 3 തരത്തിൽ പറയും, അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 3 തരത്തിൽ പറയും. അവയുടെയൊക്കെ സൊല്യൂഷനും അങ്ങ് വിചാരിക്കണം. The solutions of equations 2, 3 and 4 are ആ മുകളിൽ കാണുന്ന 3 ഇക്വേഷൻ, അതിൻ്റെ solutions. The solutions of equations 2, 3 and 4 are psi 1 is equal to e raised to ikx plus a e raised to minus ikx. Equation number 5. ഇപ്പോൾ അവിടെ നോക്കുക, ഒന്നാമത്തെ ടേമിന് കോഎഫിഷ്യൻ്റ് ഇല്ല. നമ്മൾ ഒരു സിംപ്ലിസിറ്റിക്ക് വേണ്ടി കോഎഫിഷ്യൻ്റ് ഇല്ലാതെ കൊടുത്തിരിക്കുകയാണ്, ഒരു പ്ലെയിൻ വേവ് ഇക്വേഷൻ പോലെ. രണ്ടാമത്തേന് ഒരു കോഎഫിഷ്യൻ്റ് എ കൊടുത്തിട്ടുണ്ട്, ഒരു നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ടേമിനില്ല, അത് സിംപ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. And that is explained here. For region 2, side 2, the wave function is b e raised to alpha x plus c e raised to minus alpha x. Equation number 6. For region 3, psi 3 is equal to d e raised to ikx. So here there are 4 constants a, b, c and d. The plane wave solution e raised to ikx നമ്മൾ ഫസ്റ്റ് കേസിൽ പറയുന്നതാണ് കേട്ടോ. The plane wave equation e raised to ikx represents the incident wave from the particle, and a e raised to minus ikx represents the reflected wave Christoph. For simplicity, the amplitude of the incident wave is taken as 1. അതാണ് കോഎഫിഷ്യൻ്റ് അവിടെ എഴുതാത്തത്. നമ്മൾ e raised to ikx മാത്രമേ എഴുതിയിട്ടുള്ളൂ, കോഎഫിഷ്യൻ്റ് എഴുതിയിട്ടില്ല. കാരണം ആംപ്ലിറ്റ്യൂഡ് 1 ആയിട്ട് വിചാരിക്കുന്നത് കൊണ്ടാണ്. In region 3, we expect only transmitted wave. In region 2, b e raised to alpha x is the acceptable wave function, and c e raised to minus alpha x is the reflected wave function. Now, probability density. What is the probability density in this case? The probability density of the incident and reflected and transmitted wave. ഒന്നാമത്തെ മീഡിയത്തിൽ ഇൻസിഡൻറ്റ് റിഫ്ലക്റ്റഡ്, റീജിയൻ 3 ട്രാൻസ്മിറ്റഡ്. The probability density of the incident, reflected and transmitted wave are 1 modulus a square modulus 0 square. Modulus 0 square. It is written as transmitted wave is d square, d up modulus d square. It is not a 0, it is modulus d square respectively. The transmission coefficient t equal to modulus d square and reflection coefficient r is equal to modulus a square. R and T are connected by the relation. T r plus t is equal to 1. ടോട്ടൽ വേവിൽ നിന്നാണ് റിഫ്ലക്റ്റഡ് വേവും ട്രാൻസ്മിറ്റഡ് വേവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവയുടെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റും റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും കൂട്ടിയാൽ 1 എന്ന് കിട്ടും. r plus t is equal to 1.
determination of R and T. The continuity conditions of the wave function and its derivatives at x is 0 and x is equal to a gives the relations. അപ്പോൾ ഇനിയാണ് നമ്മൾ ഒന്ന് രണ്ട് റിലേഷൻസ് പറയുന്നത്. അതെല്ലാം ആസച്ചാണെന്ന് കരുതുക. നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. ആ എക്സ് 0 എക്സ് എ കിട്ടാൻ കിട്ടും. ആ 1 + a is equal to b + c. Then ik minus ik a is equal to alpha b minus alpha c. Equation number 8 and 9. If we put x is 0 and x is equal to a in the above equations, we obtain equations 8 and 9. And from the derivatives of the equations we get derivative differentiate ചെയ്യണം. ഇക്വേഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് വന്നിട്ട് ഈ എക്സിൻ്റെ വാല്യൂ 0 ആക്കി ഇടണം. അപ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് b e raised to alpha a plus c e raised to minus alpha a is equal to d e raised to ika. Equation number 10. Alpha b e raised to alpha a minus alpha c e raised to minus alpha a equal to ik d e raised to ika. Equation number 12. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് കിട്ടും. Solve equation 10 and 11. So we are not actually going to solve. We remember this equation. Solve equations 10 and 11. We get b is equal to d by 2 alpha into alpha plus ik into e raised to ika minus alpha a. Equation 12. C is equal to d by 2 alpha into alpha minus ik e raised to ika plus alpha a. Equation 13. That's the value of b and c in terms of d. Put this b and c in equation 8 and 9 and find the values of a. Then we get അപ്പോൾ 8ൽ 9 ഇട്ടിട്ട് നമുക്ക് a കണ്ടുപിടിക്കണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ഇതാണ്. ഇട്ട് നോക്കിയാൽ കാണാം. a is equal to d alpha plus ik by alpha minus ik e raised to ika minus alpha a minus alpha ik by alpha minus ik. Equation number 14. Put the value of a, b and c in equation number 8 and simplify. So simplification is not doing here. We just remember the equation. That's the method. D is equal to, we get d is equal to 2 ik alpha e raised to minus ika by alpha square minus k square sin h. Hyperbolic function. You remember sin h. Hyperbolic function sin h alpha a minus sin minus 2i alpha k cos h. Cosine, hyperbolic cosine, alpha a. Equation number 15. The transmission coefficient t is equal to modulus d square is equal to d into d star. And that is found to be t is equal to 4k square alpha square by alpha square minus k square whole square sin h square alpha a plus 4 alpha square k square cos h square alpha a. Equation number 16. And the reflection coefficient is R is 1 minus t. Reflection coefficient R is 1 minus t. That is R is 1 minus 4k square alpha square. We put the value of t here. 4k square alpha square by alpha square plus k square whole square sin h square alpha a plus 4 alpha square k square cos h square alpha a. And that is you simplified. This is trigonometric calculation, hyperbolic function. Simplification, we subtract the quantity from 1. Then we get, applying the trigonometric identity, we get
R is alpha square plus k square sine whole square sine h square alpha a by alpha square minus k square whole square sine h square alpha a plus 4k square 4 alpha square k square cos h square alpha a. Question number 17. For a broad and high barrier, തടസ്സം വളരെ വലുതാണെങ്കിൽ, for a broad and high barrier alpha a much greater than 1, in that case equation number 18 becomes, equation number 16 becomes, it is 16 equation, t equation, 16 becomes equation number 16, this is the equation, t is equal to for a broad and high barrier alpha a much greater than 1, in that case equation 16 becomes t is 16 k square alpha square e raised to minus 2 alpha a by alpha square minus k square whole square plus 4 alpha square k square. That is t is equal to 4 k square alpha square e raised to minus 2 alpha a by alpha square plus k square whole square. Equation 18. Put this value of k and alpha and simplifying we get t is equal to value of t is equal to 16e into v0 minus e raised to minus 2 alpha a by v0 square. Equation number 19. And we have a graphical representation of the wave. Graphical representation. You see the figure, barrier is shown 0 to a, incident wave is coming, it penetrates into the barrier and it transmitted to outside of the barrier. A wave is coming, it is traveling through the barrier as per the quantum mechanical idea, quantum mechanical tunneling, and it is coming out with less energy, less amplitude. That is the tunneling problem, tunneling effect, quantum mechanical tunneling. The barrier penetration problem is graphically illustrated in the figure. The barrier penetration problem is graphically illustrated in the figure. The reflected wave in region 1 and the exponential wave exponentially increasing wave in region 2 are not shown. അപ്പോൾ രണ്ട് വേവ് നമ്മൾ കാണിച്ചിട്ടില്ല ഇവിടെ. ഈ ബാരിയറിൻ്റെ ഫസ്റ്റ് സൈഡിൽ വന്ന് വീണിട്ട് തിരിച്ചു പോകുന്ന റിഫ്ലക്റ്റഡ് വേവും ഇതിനകത്ത് ഈ ബാരിയറിനകത്ത് ഒരു എക്സ്പോണൻഷ്യൽ വേവ് ഉണ്ടാകും, പെട്ടെന്ന് ഇൻക്രീസ് വേവ് ഉണ്ടാകും. അത് കാണിച്ചിട്ടില്ല, പടത്തിൽ കാണിച്ചിട്ടില്ല. റീജിയൻ 2 ആർ നോട്ട് ഷോൺ. ഇത് ട്രാൻസ്മിറ്റഡ് വേവ് ആൻഡ് ദി വേവ് ഇൻസൈഡ് ദി ബാരിയർ ആൻഡ് ദി ട്രാൻസ്മിറ്റഡ് വേവ് ആർ ഷോൺ. Are not shown. The phenomenon of barrier penetration. The phenomenon of barrier penetration has number of applications in physics. ഈ barrier penetration അല്ലെങ്കിൽ quantum tunneling അല്ലെങ്കിൽ tunneling effect has number of applications in physics. Number of application ഉണ്ട് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളിലെ. The most important is the emission of atoms, alpha emission of atomic nuclei, alpha decay. അപ്പോൾ ആൽഫ ഡിക്കേയിലാണ് ആൽഫ ഡിസിൻറ്റഗ്രേഷൻ, ആൽഫ പാർട്ടിക്കിൾ എമിഷൻ. അതിലാണ് നമ്മൾ ഈ ക്വാണ്ടം ടണലിങ്ങിൻ്റെ അല്ലെങ്കിൽ ബാരിയർ പെനട്രേഷൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വേറൊരു രൂപത്തിൽ കൊടുക്കും. Question. Explain the barrier penetration problem, quantum tunneling
in quantum mechanics and obtain expressions for transmission coefficient and reflection coefficient. അപ്പോൾ ഈ എസ് ഐയുടെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ എക്സ്പ്രഷൻ ഇങ്ങനെ കാണാതെ ഓർത്തിരിക്കണം. ഇപ്പോൾ കഴിയാമത്ര ഓർക്കുക. അപ്പോൾ ഇതൊരു ലാസ്റ്റ് പ്രിഫറൻസ് എസ് ഐ ആയിട്ട് എടുത്താൽ മതി. വേറെ കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള എസ് ഐസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലാ എസ് ഐയും കൂടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ലല്ലോ. ഇനി പിന്നെ പഠിക്കണം. പ്രയാസമുള്ള എസ് ഇത് അല്പം പ്രയാസമുള്ളതായിട്ട് തോന്നാം. അതുകൊണ്ട് മറ്റ് പ്രയാസമില്ലാത്ത എസ് ഐ ശരിക്കും പഠിച്ചിരുന്നാൽ മതി. ഇൻ കേസ് വ്യത്യാസം കിട്ടാതെ വരികയാണെങ്കിൽ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്താൽ മതി. കാരണം കുറച്ച് ടേംസ് നമുക്ക് ഈ ആറിൻ്റെ ടിയുടെയൊക്കെ ടേംസ് ഓർത്തിരിക്കണം. ആ ഒരു ഡിഫിക്കൽട്ടി എസ് ഐക്കകത്തുണ്ട്. മാത്രമല്ല ഒരു കണ്ടിന്യൂറ്റി കുറവാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പും ഇനി അസ്യൂം ചെയ്യാണ്. കണ്ടിന്യൂറ്റി വേണമെങ്കിൽ നമ്മൾ കുറേ മാത്തമാറ്റിക്കലായിട്ട് സ്റ്റെപ്പുകൾ എഴുതേണ്ടി വരും. So with this our 51st lecture is over, and what is now remaining is application of barrier penetration problem. Application, that is alpha disintegration, alpha decay, radioactive decay of alpha particle, in which we apply this barrier penetration problem. And with that application, or with the next class, our syllabus will come to an end. So we see the last lecture of this paper in the next class, that is in the 52nd lecture. Thank you very much.